നമസ്കാരം, സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു അതിഥിയായി അല്ലെങ്കിൽ അതിഥിക്കായി അല്ലെങ്കിൽ ഒരു പുതിയൊരു കോൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്ക് മുന്നേ കൊളത്തൂപ്പുഴയ്ക്കടുത്ത് കൊല്ലം ജില്ലയിൽ കൊളത്തൂപ്പുഴയ്ക്കടുത്ത് ഡാലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം. ഹലോ, ഞങ്ങൾ ഓൺ ദ വേ എത്രയും പെട്ടെന്ന് എത്താം. ഓക്കെ. എന്തായാലും സന്തോഷം. നമ്മളിപ്പോൾ എമർജൻസി ആയിട്ട് കൊളത്തൂപ്പുഴ എന്ന് വിളിച്ച് ഡാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് രാജവമ്പല എന്ന് പറഞ്ഞ് വിളിച്ച് മരത്തിന് കൊണ്ടേൽ നമ്മളതിന് അങ്ങോട്ട് യാത്ര ഒരു ഫോണിന് റെസ്റ്റും തരുന്നില്ല. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി. പെട്ടെന്ന് 15 മിനിറ്റ് കൊണ്ട് എത്താനാണ് അവർ പറയുന്നത്. കൊളത്തൂപ്പുഴ തിരുവനന്തപുരത്ത് 15 മിനിറ്റ് എത്തണമെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് എനിക്കും ഇനി കോൾ വരുമ്പോൾ എനിക്കും BP കൂടും, എനിക്ക് ടെൻഷൻ കൂടും. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് വളരെ സൂക്ഷിച്ച് നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയിൽ നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താം. നല്ല കഴിഞ്ഞ ഒരു 5-6 ദിവസങ്ങൾക്ക് മുന്നേ ഇപ്പോൾ പാമ്പിനെ കണ്ടു മൈലമൂട് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് ഡാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന് വലിയ രാജവമ്പല പിടികൂടിയത് അതേ സൈസ് ഉണ്ട് മരത്തിന് വണ്ടിയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും ഇനി ആ 1 കിലോമീറ്റർ ചുറ്റും 1 കിലോമീറ്റർ അകലെ ഉണ്ട്. ഇനി മറ്റേ നമ്മൾ അന്ന് പിടിച്ച ഫീമെയിലിൻ്റെ മെയിലാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം. എനിക്കും ആകാംക്ഷ അല്ലെങ്കിൽ പുതിയ അതിഥിയെ നമ്മുടെ കൗമുദി ചാനലിൻ്റെ കൗമുദിയുടെ സ്നേക്ക് മാസ്റ്ററിലൂടെ ഒരു പുതിയ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താനുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ. എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊളത്തൂപ്പുഴയ്ക്ക് അടുത്ത് ചോഴിയക്കോട് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുന്നേ നമ്മളുടെ ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്തൊരു രാജവമ്പല ഒരു 24 കിലോമീറ്ററുള്ള ഒരു രാജവമ്പല എടുത്തിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു മരത്തിൻ്റെ മണ്ടയിൽ ഒരു രാജവമ്പല കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു. രാവിലെ ഒരു 12 മണിയോടി നമ്മുടെ ആറോ വിളിച്ചു. അപ്പോൾ അദ്ദേഹം വിളിക്കാൻ സമയത്ത് ഞങ്ങൾ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് 6 സ്ഥലത്ത് ഒരു മുറുക്കൻ പാമ്പിനെയും ഒരു മണ്ണൂലിപ്പാലിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്തായാലും നമ്മൾ അത് കഴിഞ്ഞ് ഈ സ്ഥലത്തെത്തി. നമുക്കിനി സമയം കളയേണ്ട. എന്തായാലും എടുത്ത് അത്രയും പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് എത്താം. ഇത് വനത്തിനകത്താണ്. വനത്തിനുള്ളിൽ തന്നെ ഇതിപ്പോൾ നമ്മുടെ ഇതിനകത്ത് സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇതിനെ പിടിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനെ പിടിക്കേണ്ട കാര്യമില്ല, വനത്തിലേക്ക് അങ്ങ് പോകും. പക്ഷേ ഇതിൽ ഒത്തിരി ആൾക്കാർ സാധാരണക്കാർ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് കോളനി ട്രൈബൽസിൻ്റെ സെറ്റിൽമെൻറ്റ് കോളനി ഉള്ളത് കുട്ടികളൊക്കെ ഒത്തിരി സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന വഴി ആയതുകൊണ്ടാണ് നമ്മളിതിനെ പിടിക്കണം എന്ന് ഫോറസ്റ്റിൻ്റെ നിർദ്ദേശം ഉണ്ടായത്. എന്തായാലും അതിനെ പിടിച്ച് ഈ രാജവമ്പലെ പിടിച്ച് നമുക്ക് മറ്റേതെങ്കിലും ഒരു വേഗം ആൾക്കാർ പോകാത്ത അല്ലെങ്കിൽ പണിക്കാരൊന്നും പോകാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവിടാനാണ് ആരുടെ തീരുമാനം. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു 200 മീറ്ററേ ഉള്ളൂ. ഒരു വലിയ മരത്തിൻ്റെ മണ്ടയിൽ നിന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് ഇപ്പോൾ കുട്ടികൾ ഈ വഴി കണ്ടാൽ തന്നെ അറിയാം, കൊച്ചു കുട്ടികൾ ഇതിനകത്ത് സെറ്റിൽമെൻറ്റ് ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് കുട്ടികൾ ഒറ്റയ്ക്ക് നടന്നു വരുന്ന വഴിയാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും അവരെ പ്രൊട്ടക്ഷൻ ഫോറസ്റ്റിന് നോക്കേണ്ടതുള്ളത് കൊണ്ട് ഈ അതിഥിയെ നമുക്ക് ഇവിടുന്ന് അല്ലെങ്കിൽ ഈ കൃഷ്ണസർപ്പത്തെ ഇവിടുന്ന് പിടിച്ച് ഒഴിവാക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് വണ്ടി പോകാത്ത സ്ഥലമാണ്ട് ഇവിടെയൊക്കെ ഈ കിടങ്ങുപോലെ കിടക്കുകയാണ്. നമ്മൾ ഇനി ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ 6 കടന്ന് അക്കരെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ 1-1.5 കിലോമീറ്റർ താണ്ടി വന്നു. ഇനി 2-3 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ മാത്രമേ ഈ സർപ്പത്തെ നമുക്ക് പിടികൂടാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ കാണുന്നുണ്ട് ഈ ഇത്രയും കാട്ടിനകത്തുകൂടിയാണ് കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. അതുകൊണ്ടാണ് ഈ പാമ്പിനെ പിടിച്ച് മാറ്റണം എന്ന് നിർബന്ധം ആരോ പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും ഈ സ്ഥലത്തെത്തി. ഇവിടുത്തെ അന്തരീക്ഷം കണ്ടിട്ട് ഇവിടെ രാജവമ്പാലയും ആനയും ഒക്കെ വന്ന് നീരാടുന്ന സ്ഥലമാണ്. നല്ല തണുപ്പാണ്. ഫോറസ്റ്റ് ഏരിയയാണിത്. നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ വനമേഖലയാണ്. പിന്നെ ഇതിനെ പിടിക്കണമെന്ന് നിർബന്ധം പറഞ്ഞത് തന്നെ ഈ ജനങ്ങൾക്ക് ഇവിടെ ആൾക്കാർ കുളിക്കാൻ വരുന്നുണ്ട്. പിന്നെ
കുട്ടികൾ നടന്നു വന്ന് സ്കൂളിലേക്ക് കയറി പോകുന്ന വഴിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതിനെ പിടിക്കണമെന്ന് പറയുന്നത്. എന്തായാലും നല്ല തണുപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു രാജവെമ്പാലല്ല, ചിലപ്പോൾ ഒട്ടനവധി രാജവെമ്പാൽ കാണും. ഇവർ കണ്ടതിന് നമ്മൾ എന്തായാലും പിടിച്ച് ഒഴിവാക്കുന്നു. എന്തായാലും നമുക്ക് സമയം കളയേണ്ട ആ സ്ഥലത്തേക്ക്, ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങി അവിടെ എത്തേണ്ടതുണ്ട്. പണിപ്പാള് പണിപ്പാള് നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് വന്നു, അതിഥിയെ കണ്ടു. ഇവിടുന്ന് ഒരു 40 അടി അകലത്തിൽ, 40 അടി ഉയരത്തിൽ ഒരു വലിയ മരത്തിൻ്റെ ശിഖരത്തിനുള്ള ഗ്യാപ്പിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഞാനിവിടെ വന്ന് തുടങ്ങിയ സമയം തൊട്ട് അദ്ദേഹത്തിന് അനക്കം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വടിയൊക്കെ വെട്ടി, മിക്കവാറും വടിയൊക്കെ വെട്ടിയെടുക്കുമ്പോൾ അദ്ദേഹം താഴേക്ക് ചാടുമെന്നൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം അവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങി. എന്തായാലും ഒരു വേറൊരു ആരെങ്കിലും ചെറുപ്പക്കാരുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റൂ. കാരണം വേറൊരു ശിഖരത്തിൽ കയറുന്ന തോട്ട വെച്ച് വലിച്ചിട്ടാലേ ഇതെടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കയറി തോട്ട വെച്ച് അനക്കുമ്പോൾ താഴേക്ക് ചെറിയ പിന്നെ ഞാൻ അവിടെ നിന്ന് കൂടെ ചാടേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം അതിഥിയെ. ലക്ഷണം കണ്ടിട്ട് ആൺ രാജവെമ്പാല എന്നറിയപ്പെടുന്ന ഒരു പാമ്പാണ്. അദ്ദേഹം 5 വയസ്സോളം പ്രായം വരും. ഇവിടെ നിന്നൊരു കുറച്ചപ്പുറത്താണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഡാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെൺ രാജവെമ്പാലെ പിടികൂടിയത്. ഇപ്പോൾ അതിൻ്റെ ആൺപാമ്പ് തന്നെ ഇതാവണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇവിടെ ഈറയും കാടുമൊക്കെ കൊണ്ട് ഒത്തിരി രാജവെമ്പാലുടെ സാന്നിധ്യം കാണുന്നുണ്ട്. വെള്ളം ഇവിടെ കാണുന്നതുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. ആളിൻ്റെ ശല്യം ഇല്ലായിരുന്നാലും വെള്ളത്തിലിറങ്ങി കിടക്കുകയും ഏലത്തടിയൊക്കെ ചെയ്യുന്നത്. രാവിലെ താഴെ ഇറങ്ങി കിടന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ കൂടി വന്നപ്പോൾ അത് ഓടി ഈ ഇല്ലി കൂടി അല്ലെങ്കിൽ ഈ ഇറയിൽ കൂടി മേളിൽ കയറിയതാണ്. എന്തായാലും നമുക്ക് ഒരു ശ്രമം നടത്തി നോക്കാം. അദ്ദേഹം വാക്കത്തേക്ക് എടുക്കാൻ പോയിട്ടുണ്ട്. എന്തായാലും ഒരു അശ്രാന്ത പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ കഴിയും. അവിടെ വേറെ ഒരു കമ്പിൾ ചെട്ടിയില്ലേ, ഒരു അങ്ങനെ കൂർപ്പിച്ചിട്ടേ അവർ തരാം. ഈ കൊച്ചുകുട്ടികളൊക്കെ പിടിച്ച് മാറ്റിയെടുത്തേട്ടാ. നമ്മൾ ഈരയൊക്കെ വെട്ടി ഒരു തോട്ടി ഉണ്ടാക്കുകയാണ്. ടൈറ്റാണ് ഇത്, നല്ല ടൈറ്റാണ്. ബൈ പൊറോട്ട് ഇവിടെ നിന്നാൽ പറ്റില്ല. പോട്ടെ ഇവിടെ നിന്നാൽ ചെയ്താൽ എങ്ങോട്ട് പോട്ടെ ഇവിടെ നിൽക്കരുത്, ഇവിടെ നിൽക്കരുത് പൊറോട്ട് നിൽക്കും. നിങ്ങൾ ഇവിടുന്ന് മാറിക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ മനസ്സിലാവത്തില്ലേ? മാറിക്കോട്ടെ. അപ്പം സോറി, ഇവിടെ നിൽക്കരുതേ. അപ്പോൾ എന്തായാലും അവർ ആ പയ്യൻ കയറി തട്ടിയപ്പോൾ അത് ആ താഴെ ഇരുന്ന പൊസിഷനിൽ മേളിലേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ കൊച്ചു പയ്യൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. എനിക്ക് എന്തായാലും മേളിൽ കയറി എടുക്കാൻ കഴിയില്ല. കാരണം ഞാൻ മേളിൽ പോകുമ്പോൾ പാമ്പ് താഴേക്ക് ഇറങ്ങി പിന്നെ ഇവിടെ താഴെ പിടിക്കാനായിട്ട് ആരുമില്ല. എന്നാൽ നമുക്ക് അതിനൊന്ന് ശ്രമിച്ച് നോക്കാം പയ്യൻ്റെ ആ ശ്രമം. അനക്കടാ മക്കളെ തോട്ടക്കാരിപ്പോൾ കൂടെ താവിട്ടാ. മക്കളെ അനക്കടാ, ഒന്നുകൂടെ അനക്കടാ. മക്കളെ കമ്പൊന്ന് കുലിക്കടാ. മക്കളെ ഒന്നുമില്ലടാ. മക്കളെ ഇത് എൻ്റെ കയ്യിൽ വരൂടാ. നീ അനക്കടാ.
ധൈര്യമായിട്ട് കവരം സേഫ്റ്റി ആയിട്ട് പിടിച്ചോളാം. കവരത്തിൽ സേഫ്റ്റി ആയിട്ട് ഇരിയടാ. അങ്ങനെ അനക്കടേ മക്കളെ. കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിപ്പമുള്ള വിഷപ്പാമ്പാണ് രാജവെമ്പാല, ഒഫിയോഫാഗസ് ഹന്ന. പൂർണ്ണ വളർച്ചയെത്തിയ രാജവെമ്പാലയ്ക്ക് 18 അടിയോളം നീളമുണ്ട്. രാജവെമ്പാലയുടെ വിഷം ന്യൂറോടോക്സിക് ഗണത്തിൽപ്പെടുന്നു. വിഷപ്പാമ്പുകളടങ്ങുന്ന മറ്റു നാഗങ്ങളെ ആഹാരമാക്കുന്ന രാജവെമ്പാലയുടെ സ്വഭാവത്തെയാണ് ശാസ്ത്രീയ നാമത്തിലെ ഒഫിയോഫാഗസ് എന്ന പദം സൂചിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഈ രാജവെമ്പാല പിടികൂടി. അത് ഒരു പാവം കൊച്ചു പയ്യൻ്റെ ഹർഷാദ് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ ആ മരത്തിൻ്റെ മേളിൽ നിന്ന് ആ പാമ്പിനെ താഴേക്ക് തള്ളിയിടാൻ കഴിഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് താഴെ നിന്ന് വരുമ്പോൾ ഇഞ്ചുറി ഒന്നുമില്ല. കാരണം അദ്ദേഹം വരുമ്പോൾ തന്നെ ഏകദേശം എൻ്റെ കയ്യിലേക്ക് പകുതിക്ക് മേളിലിട്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടിയായിരുന്നു. അദ്ദേഹം തലയോ മറ്റൊന്നും തട്ടിയിട്ടില്ല. വേറെ അപകടമൊന്നും ഉണ്ടാകുമ്പോൾ ഏകദേശം ഒരു 8 വയസ്സോളം പ്രായമുള്ള മെയിൽ ആൺ രാജവെമ്പാലയാണ്. കഴിഞ്ഞ ഒരു 6 ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ഡാലിയിൽ നിന്ന് പിടികൂടിയ പെൺ രാജവെമ്പാലയുടെ ഇണയാവാനാണ് സാധ്യത. കാരണം ആ ഫീമെയിലിനെ തേടി ഇദ്ദേഹം നടക്കുകയാണ്. അതാണ് ഈ മരക്കൊമ്പിൻ്റെ മണ്ടലേക്ക് കയറിയിരിക്കുന്നത്. ഇതെന്തായാലും ഒരു ഇപ്പോൾ ഇതിൻ്റെ നീളം തന്നെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം 13 അടിയോളം നീളം വരും ഇദ്ദേഹത്തിന്. ഒരു 8 വയസ്സോളം പ്രായമുള്ള ഒരു 5 കിലോയ്ക്ക് മേളിൽ ഭാരമുള്ള ഒരു ആൺ രാജവെമ്പാലയാണ്. രാജവെമ്പാലയുടെ ആംഗലേയ നാമമായ കിങ് കോബ്ര എന്ന പേരിൽ നിന്നും പ്രസ്തുത ഉരകം മൂർഖൻ പാമ്പുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വർഗമാണെന്ന ധാരണ പൊതുവായിട്ടുണ്ട്. നാജ കുടുംബത്തിലെ പാമ്പുകളെ പോലെ പത്തി വിടർത്താൻ കഴിയുമെന്നതൊഴിച്ചാൽ മൂർഖനുമായി യാതൊരു സാമ്യവും രാജവെമ്പാലയ്ക്കില്ല. സാധാരണഗതിയിൽ രാജവെമ്പാലയ്ക്ക് അതിന്റെ നീളത്തിന്റെ 1/3 ഭാഗം തറയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് പത്തി വിടർത്തുവാൻ സാധിക്കും. രാജവെമ്പാലയെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയായ റെഡ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ രാജവെമ്പാല 20 മുതൽ 40 വരെ മുട്ടകൾ ഇടുന്നു. പരന്ന ഭൂമിയിൽ മുട്ടയിട്ട ശേഷം കരിയില കൊണ്ട് മൂടി അതിനു മുകളിൽ അടയിരിക്കുന്നു. ഇങ്ങനെ കൂടുണ്ടാക്കുന്ന ഏക പാമ്പ് രാജവെമ്പാലയാണ്. വിരിയുന്നതിന് തൊട്ടുമുമ്പ് തള്ളപ്പാമ്പ് സ്ഥലം വിടുന്നു. അടയിരിക്കുന്ന രാജവെമ്പാല വളരെ അപകടകാരിയാണ്. സാധാരണയായി 60 മുതൽ 80 ദിവസം വരെ വേണം മുട്ടകൾ വിരിയാൻ. ഈ അതിഥിയെ നമ്മൾ ചാക്കിലാക്കുകയാണ്. ഇനി ഒന്നാമത് ചൂടാണ്, രണ്ടാമത് മരത്തിൻ്റെ മണ്ടയും താഴേക്ക് വീണതായതുകൊണ്ട് ഇദ്ദേഹത്തിനെ നമുക്കിനി ചൂടെടുപ്പിക്കാൻ കഴിയില്ല. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റ് സാറും ഫോറസ്റ്റ് അധികാരികളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനെ പിടിച്ചിട്ട് ചാക്കിലാക്കി അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പെൺപാമ്പിനെ ഇതിൻ്റെ അടുത്തുനിന്ന് പിടികൂടി. അദ്ദേഹത്തിൻ്റെ ഇണയായിരിക്കണം ഇദ്ദേഹം. അപ്പോൾ ആ പെൺപാമ്പിനെ എവിടെ വിട്ടോ ആ സ്ഥലത്ത് ഇദ്ദേഹത്തിന് വിടേണ്ടതുണ്ട്.
എന്തായാലും അന്ന് നമ്മൾ ഒത്തിരി രാത്രി ആ പാമ്പിനെ വിട്ടിറങ്ങിയപ്പോൾ ഇതിനെ ഇപ്പോൾ എന്തായാലും നമുക്കധികം താമസിപ്പിക്കാൻ കഴിയില്ല. ഇതിനെ ഇപ്പോഴും തന്നെ ചാക്കിലാക്കുന്നു. ഉടനെ തന്നെ ഇദ്ദേഹത്തിനെ കാട്ടിലേക്ക് വിടേണ്ടതുണ്ട്. 11 അടിയിൽ കൂടുതൽ നീളമുള്ള ആൺ രാജവെമ്പാലയാണ്. 8 വയസ്സോളം പ്രായമുണ്ട്. 8 കിലോയ്ക്ക് അകത്തുള്ള ഭാരമേ ഇദ്ദേഹത്തിനുള്ളൂ. ഈ കൊച്ചു കൂട്ടുകാരൻ ഹർഷാദിൻ്റെ പ്രയത്നമായിരുന്നു ഇദ്ദേഹത്തിനെ താഴേക്ക് എത്തിച്ചത്. എന്തായാലും ഈ കൊച്ചു കൂട്ടുകാരന് എല്ലാ നന്മയും ഉണ്ടാവുമെന്ന് പ്രാർത്ഥിക്കും. ഇദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിന് ഇദ്ദേഹത്തിന് ദൈവം നല്ലൊരു മാർഗം തെളിയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിൽക്കുന്ന നല്ലവരായ നാട്ടുകാർ, ഈ ഹർഷാദിൻ്റെ നാട്ടുകാർ നല്ലൊരു ക്ലാപ്പ് ഈ കൂട്ടുകാരന് വേണ്ടി കൊടുക്കുക. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. ഓക്കെ. അതിസാഹസികമായ നിമിഷങ്ങൾക്കൊടുവിൽ രാജവെമ്പാല വാവാ സുരേഷിന്റെ കൈകളിൽ ഭദ്രം. നാട്ടുകാരുടെ ഭീതിക്ക് വിരാമമായി. ഇനി ഈ അതിഥിയെ സ്വതന്ത്രമായി പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചയക്കണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് വാവ. ഉൾക്കാട്ടിലെ സാഹസികമായ മുഹൂർത്തങ്ങൾക്കായി അടുത്ത അധ്യായം വരെ കാത്തിരിക്കുക. വാവ ദ സ്നേക്ക് മാസ്റ്റർ. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷ്